അല്ലാഹുമ്മ ഇന്നി അസ്അലുക്, അല്ലാഹുവേ ഞാൻ നിന്നോട് യാചിക്കുന്നു, തേടുന്നു, ബിഅന്ന ലക്കൽ ഹംദ്, നിനക്ക് മാത്രമാകുന്നു സ്തുതികളെല്ലാം, ലാ ഇലാഹ ഇല്ലാ അൻത്, നീ അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി യാതൊരാളുമില്ല, അൽ മന്നാൻ, അല്ലാഹു അനുഗ്രഹമരുളുന്ന അല്ലാഹുവാണ്, ബദീഉസ് സമാവാതി വൽ അർദ്, വാനങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനുമാണ്, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം, മഹത്വവും ഔദാര്യവുമുള്ള അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദുആ. എന്താ ഹയ്യും ഖയ്യൂം എന്ന് പറഞ്ഞാൽ? ഹയ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്നവൻ, ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിക്കുന്നവനാണ്. അള്ളാഹ്ക്ക് മരണമല്ല, അള്ളാഹ്ക്ക് കൊടുക്കല്ല. അള്ളാഹു എന്നെന്നും ജീവിക്കുന്ന ഹയ്യാണ്. പിന്നെ അള്ളാഹു ഖയ്യൂമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു ആരെയും ആശ്രയിക്കേണ്ടതില്ല, അള്ളാഹു എല്ലാവരും ആശ്രയിക്കേണ്ടവനാണ്. അപ്പം ഇവിടെ ഈ ദുആയിൽ ഇത് ഇസ്മുല്ലാഹിൽ അദീം കൊണ്ടുള്ള ദുആയാണ് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. അപ്പോൾ ഇസ്മുല്ലാഹിൽ ആദമിന്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമത്തെ അറിയിക്കുന്ന മറ്റൊരു തിരുമൊഴിയാണ് ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്തത്. നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി. അനസിൽ നിന്നുള്ള ഈ റിവായത്തിനെ ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്.